എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സെയ്റ്റാൻ സിറ്റിയിലൂടെ ഒരു പ്ലെയിൻ അതങ്ങനെ തകർന്ന് താഴേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യാനായിട്ട് പറന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും ആ പ്ലെയിനിന്റെ അവസ്ഥ കണ്ട് ഭയന്ന് ആ പ്ലെയിനിലേക്ക് തന്നെ നോക്കും. പ്ലെയിൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് മുഴുവനായിട്ടും തകർന്ന് താഴേക്ക് വീഴാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇതിലുള്ള ജനങ്ങളാണെങ്കിൽ ഇപ്പോൾ ഉച്ചത്തിൽ ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങും. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുന്ന അതേ നിമിഷം നമ്മുടെ സൂപ്പർ സൈമൺ ഗൊഹാൻ അവനാണെങ്കിൽ ആ പ്ലെയിൻ അങ്ങനെ ഉയർത്തി എയർപോർട്ടിൽ സേഫ് ആയിട്ട് അത് ലാൻഡ് ചെയ്യിപ്പിക്കും. ഉടനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. സൈമൺ ആണെങ്കിൽ ഇപ്പോ മീഡിയാസിന് മുൻപിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അങ്ങനെ സ്റ്റൈൽ പോസ് ഒക്കെ കൊടുക്കും. അവരാണെങ്കിൽ ഗോഹാനോട് ചോദിക്കും, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ ഗ്രേറ്റ് സെയ്റ്റിനെ കഴിഞ്ഞും പവർഫുൾ ആയ സൂപ്പർ ഹീറോ ആണോ? അതിന് ഗൊഹാൻ ആണെങ്കിൽ മറുപടി പറയും, ഞാനാണ് സൂപ്പർ സൈമൺ. സിറ്റിയിൽ നിന്നല്ല, ഏത് സിറ്റിയിലും ഏത് ഗ്രാമത്തിലും ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും പ്രശ്നം ഉണ്ടായാലും പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് ജനങ്ങളെ രക്ഷിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ഞാനത് ഉറപ്പായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കടന്നുപോകും. ടിവിയില് സൈമന്റെ വിഷ്വൽസ് എല്ലാം കണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും സൈമനെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒരുപാട് പേര് സൈമന്റെ വലിയ ഫാനായി മാറും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ദിവസങ്ങൾക്ക് ശേഷം സെയ്റ്റാൻ സിറ്റിയിലെ വലിയൊരു ബിൽഡിംഗ് അത് അഗ്നിക്കരിയായിട്ട് അങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുക. ജനങ്ങളെല്ലാവരും ആ വലിയ തീകോളത്തിൽപ്പെട്ട് പുറത്തു കടക്കാൻ കഴിയാതെ അങ്ങനെ നിലവിളിച്ചു കൊണ്ടേയിരിക്കും. ജനങ്ങളും പോലീസും അഗ്നിരക്ഷാ സേനയും എല്ലാവരും ശ്രമിച്ചിട്ടും ആ തീ അണയ്ക്കാനോ ജനങ്ങളെ രക്ഷിക്കാനോ സാധിക്കില്ല. തന്റെ മകളാണെങ്കിൽ ഹെലികോപ്റ്ററിൽ അവിടേക്ക് വരും. അവൾ ആ ബിൽഡിങ്ങിന്റെ ചുറ്റും നോക്കും. ബിൽഡിംഗ് മുഴുവനായിട്ടും തീ പിടിച്ചെരിയുകയാണ്. അവർക്ക് ഹെലികോപ്റ്റർ അത് ലാൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പോഴായിരിക്കും ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലായിട്ട് വലിയൊരു വാട്ടർ ടാങ്ക് അത് അവളുടെ ശ്രദ്ധയിൽപ്പെടുക. അവളാണെങ്കിൽ കൺട്രോൾ റൂമിൽ ആ കാര്യം ഇൻഫോം ചെയ്യും. അവരാണെങ്കിൽ ആ ബിൽഡിംഗ് മുഴുവനായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് അവളോട് പറയും, അവിടേക്ക് ലാൻഡ് ചെയ്യുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അവിടെ മുഴുവൻ തീ നന്നായിട്ട് കത്തിപ്പിടിച്ചിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിയില്ല. മാത്രമല്ല ആ ഒരു വാട്ടർ വീൽ അത് വളരെ ടൈറ്റ് ആണ്. അത്ര എളുപ്പത്തിൽ അത് തുറക്കാനായിട്ട് കഴിയില്ല. ഉടനെ അവളാണെങ്കിൽ രണ്ടാമതും ചിന്തിക്കാതെ താഴേക്ക് എടുത്തു ചാടും. പിന്നീട് ആ ഒരു ലിവർ പിടിച്ച് തിരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഓൾറെഡി അവിടെ തീ നന്നായിട്ട് കത്തുന്നതുകൊണ്ട് തന്നെ അതിപ്പോ വളരെയധികം ചൂടാണ്. കൈ പുള്ളി അവളാണെങ്കിൽ ആദ്യം കൈ പിന്നിലേക്ക് വലിക്കുമെങ്കിലും പിന്നീട് ആ ഒരു വേദന എല്ലാം സഹിച്ച് അവളാണെങ്കിൽ അത് തുറന്നു വിടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൾ എത്രയൊക്കെ പവർ ഉപയോഗിച്ചിട്ടും അവളെ കൊണ്ട് ഇത് തുറക്കാനായിട്ട് കഴിയില്ല. സമയം പോകുന്തോറും അവിടെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി. ആ ബിൽഡിംഗ് ആണെങ്കിൽ തകരാനായിട്ട് തുടങ്ങും. ആ വാട്ടർ ടാങ്ക് അതങ്ങനെ തകർന്ന് അവളുടെ ദേഹത്തേക്ക് വീഴുന്ന ആ നിമിഷം എല്ലാം കഴിഞ്ഞു എന്ന് കരുതി അവൾ അങ്ങനെ ഭയന്ന് നിലവിളിക്കുകയാണ്. ആ വാട്ടർ ടാങ്ക് ക്ലോസ് എത്തേണ്ട താമസം ആരോ അത് തടയും. തടഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഗൊഹാൻ സൈമൺ. ഗൊഹാൻ ആണെങ്കിൽ അവളോട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു, നിങ്ങളെല്ലാവരെയും ഞാൻ രക്ഷിക്കുന്നു പറഞ്ഞ് ആ വാട്ടർ ടാങ്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് അതിൽ പഞ്ച് ചെയ്ത് തകർത്ത് ആ വെള്ളം അവിടെ മുഴുവൻ സ്പ്രെഡ് ചെയ്യുകയാണ്. വെള്ളം മുഴുവൻ ബിൽഡിങ്ങിന്റെ നാനാഭാഗത്തേക്ക് പോയി ബിൽഡിങ്ങിൽ കത്തിപ്പടർന്നിരുന്ന ആ തീ അത് പതിയെ പതിയെ അണയും. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ അത് സേഫായി ഇപ്പോ അവനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞു. അവൾക്കാണെങ്കിൽ അവനോടൊപ്പം ദേഷ്യമൊക്കെ തോന്നും. മാത്രമല്ല അത് ആരാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി അവളിൽ വർദ്ധിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഗ്രേറ്റ് സൈമണ് ടാറ്റാ ബൈബൈ ഒക്കെ കൊടുത്ത് അവനോട് താങ്ക്സ് പറയും. കട്ട് ചെയ്താ ഇവിടെ സെയ്റ്റൻ ആണെങ്കിൽ ആ ഒരു ന്യൂസ് കണ്ട് അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ഓ നോ, എന്റെ പേര് കളയാനായിട്ട് പുതിയ ആൾക്കാരൊക്കെ രംഗത്തേക്ക് വരികയാണല്ലേ. ഉറപ്പായാലും ഈ ലോകത്തിന്റെ സൂപ്പർ ഹീറോ മറ്റാരുമല്ല ഞാൻ തന്നെയാണെന്ന് പറയും. ഇവിടെ ഗൊഹാൻ ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ അമ്മയ്ക്ക് ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞ് അവന്റെ സ്യൂട്ടിൽ അങ്ങനെ പറന്നു വരും. അടുത്ത നിമിഷം ഗോട്ടൻ ആണെങ്കിൽ നിംബസിൽ കയറി അവന്റെ പിന്നാലെ വരികയാണ്. ഗോട്ടനെ കണ്ട് ഗൊഹാൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവു, നീ ഇതിലൊക്കെ കയറി റൈഡ് ചെയ്യാൻ പഠിച്ചോ? അതിന് ഗോട്ടൻ പറയും, ഞാൻ പഠിച്ചു. ഓക്കെ, കുഴപ്പമില്ല, ഒരുപാട് ഉയരത്തിലും ദൂരേക്കൊന്നും പോവാതെ ഇതിൽ കയറി പ്രാക്ടീസ് ചെയ്യ്, ഞാൻ ക്ലാസ് കഴിഞ്ഞ് തിരികെ വരാമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കടന്നുപോകും. അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും ചുന്ദരിപ്പെണ്ണിന്റെ ഫ്ലൈറ്റ് അത് അവനെ ശ്രദ്ധയിൽപ്പെടുക. ഓ നോ, ഈ പെണ്ണ് ശരിക്കും ഒരു CID തന്നെ. അവൾ എന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു കാരണവശാലും അവളുടെ മുൻപിൽ പെട്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സ്പീഡിൽ മുൻപോട്ടേക്ക് പോകും. അവളാണെങ്കിൽ എന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കാനായിട്ട് വിടാതെ അവനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ റോഡിലൂടെയും ടൗണുകൾക്കിടയിലൂടെയും ഒക്കെ അങ്ങനെ മിന്നി മാഞ്ഞു പോകും. പക്ഷെ ചുന്ദരിപ്പെണ്ണാണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവന്റെ തൊട്ട് പിന്നാലെ റോഡിൽ തട്ടിയും മുട്ടിയും ഒക്കെ അവനെ ഫോളോ ചെയ്തു പോകും. ചുന്ദരിപ്പെണ്ണാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ഒരു കാരണവശാലും അവനെ ഞാൻ വെറുതെ വിടില്ല. അവൻ ആരാണെന്ന് അറിയാതെ എനിക്ക് ഒരു സമാധാനം ഇല്ലാന്ന് പറഞ്ഞ് അവൻ പിന്നാലെ പോകും. ഉടനെ ഗൊഹാൻ ആണെങ്കിൽ സഡൻ ബ്രേക്ക് ഇട്ട് മുകളിലേക്ക് പറന്നു ഉയരും. അവൾക്കാണെങ്കിൽ അവൻ എവിടെയാണെന്ന് മനസ്സിലാവില്ല. ഗൊഹാൻ നൈസായിട്ട് ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കും. ഉടനെ ഒരു കുഞ്ഞാണെങ്കിൽ അവന്റെ അമ്മയ്ക്ക് ഗൊഹാനെ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. ഗൊഹാൻ ആണെങ്കിൽ ഇപ്പൊ ചുന്ദരിപ്പെണ്ണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി സമാധാനിച്ച് നിൽക്കുമ്പോൾ അവൾ പ്ലെയിനുമായിട്ട് താഴേക്ക് വരും. ഗൊഹാൻ ആണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. അവളാണെങ്കിൽ ഗൊഹാനോട് പറയും, നിങ്ങളല്ലേ ആ സൂപ്പർ പവറുള്ള
സൈമൺ, എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിയണം, നിങ്ങളുടെ മാസ്ക് അത് റിമൂവ് ചെയ്യും. ഗോഹാൻ ആണെങ്കിൽ അവന്റെ ശബ്ദമൊക്കെ കനപ്പിച്ച് അവളോട് പറയും, എനിക്കൊരിക്കലും എന്റെ ഫേസ് അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയ ഹൈഡ് ആൻഡ് സീക്ക് കളിയാണ്. അതൊരു കാരണവശാലും മറ്റുള്ളവർ അറിയുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ അവളാണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും നിങ്ങൾ ആരാണെന്ന് അറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. വേറെ വഴിയില്ലാതെ ഗോഹാൻ ആണെങ്കിൽ നൈസായി ഫ്ലൈ ചെയ്ത് അവളുടെ ആ പ്ലെയിന് ഉയർത്തിയെടുത്ത് ഒരു ബിൽഡിങ്ങിന് മുകളിൽ വെച്ച് സ്കൂളിലേക്ക് വരും. അവളാണെങ്കിൽ പ്ലെയിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് വരിക. അവൾ ക്ലാസ്സിൽ എത്തിയ ഉടൻ ആ ജിമ്മനാണെങ്കിൽ അവളോട് പറയും, നീയും ഗോഹാനും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ വന്നത്? നീ വരുന്നതിന് അല്പം മുൻപാണ് അവൻ ക്ലാസ്സിലേക്ക് എത്തിയത്. അത് കേട്ട് അവൾ ഷോക്കാവും. അവൾക്കാണെങ്കിൽ ഗോഹാന് മേലെ വീണ്ടും ഒരുപാട് സംശയം തോന്നുകയാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവർ തിരികെ വരും വഴി ഇപ്പോൾ ഒരു കാറിനെ പോലീസുകാർ ചേസ് ചെയ്യുന്നത് കാണും. ആ വില്ലന്മാരാണെങ്കിൽ പോലീസ് ജീപ്പ് അത് ഇടിച്ച് തെറിപ്പിച്ച് മുൻപിലേക്ക് വരും. അത് കണ്ട ഗോഹാനാണെങ്കിൽ അവരുടെ കാർ തടയും. ആ വില്ലന്മാരാണെങ്കിൽ പുറത്തേക്ക് വന്ന് ഗോഹാനുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ചുന്ദരി പെണ്ണ് അവിടേക്ക് വരികയാണ്. അവളെ കണ്ട് ഗോഹാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കും. ആ വില്ലനാണെങ്കിൽ ഗോഹാനെ അടിച്ച് താഴെയിടും. അത് കണ്ട ചുന്ദരി പെണ്ണ് ഇപ്പൊ ആ വില്ലനെ ആഞ്ഞടിക്കുകയാണ്. സെയ്റ്റാന്റെ മകളാണെന്ന് മനസ്സിലാക്കിയ വില്ലന്മാരാണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. അവളാണെങ്കിൽ ഗോഹാനോട് സോറി പറയും, ഐ ആം സോറി, ഞാൻ കരുതിയത് നീ ആ സൂപ്പർ സൈമൻ ആണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷിക്കാൻ വരാൻ ഒരല്പം വൈകിപ്പോയത്. നിനക്ക് എന്നോട് ദേഷ്യവും തോന്നരുത്. അതിന് ഗോഹാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് മറുപടി പറയും. കട്ട് ചെയ്താ ഇവിടെ ആ വില്ലന്മാര് അവരാണെങ്കിൽ പരസ്പരം പറയും, ആ പെണ്ണ് അവൾ ആ സെയ്റ്റാന്റെ മകളാണ്, അവളാണ് എന്നെ ഹിറ്റ് ചെയ്തത്. അവളുടെ പഞ്ചിൽ എനിക്ക് നല്ല രീതിയിൽ പരുക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരു കാരണവശാലും അവളെയും അവളുടെ പപ്പയെ വിടാൻ പാടില്ല. അവരെ തകർക്കാണെങ്കിൽ ഈ സിറ്റി അതിനി മുതൽ നമ്മുടേതായി തീരുന്നു പറഞ്ഞ് അവരവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ വീണ്ടും നമ്മുടെ ആൾക്കാരുടെ ക്ലാസ് കാണിക്കും. ചുന്ദരിപ്പെണ്ണിനാണെങ്കിൽ ഒരു എമർജൻസി മെസ്സേജ് വരും. മേയറിനെ മുൻപ് കണ്ട കള്ളന്മാര് പിടിച്ചു വെച്ചിരിക്കുന്നു എന്നായിരിക്കും അവൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അവളാണെങ്കിൽ ടീച്ചറിനോട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മിഷനുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകണമെന്ന് പറയും. ടീച്ചറാണെങ്കിൽ അത് എഗ്രി ചെയ്യും. പിന്നാലെ ഗോഹാനാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് എനിക്കും അത്യാവശ്യമായിട്ടൊന്ന് വാഷ്റൂം വരെ പോകണമെന്ന് പറയും. കാര്യം പിടികിട്ടിയ ടീച്ചറാണെങ്കിൽ അവനോട് പറയും, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞ് പുറത്തേക്ക് പോകും. ഈ ക്ലാസ് ടോപ്പറൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് ആവശ്യമില്ലാത്ത ഫ്രീഡം ഒന്നും എനിക്ക് തരാനായിട്ട് കഴിയില്ല. അത് കേട്ട് ഗോഹാനാണെങ്കിൽ സാഡായിട്ട് അവിടെ ഇരിക്കും. അതേസമയം ഇവിടെ ആണെങ്കിൽ ആ വില്ലന്മാര് അവരാണെങ്കിൽ എല്ലാവരെയും വെല്ലുവിളിക്കും. ഞങ്ങൾക്ക് വേണ്ടത് ആ സെയ്റ്റാനെയും അവന്റെ മകളെയുമാണ്. അവരെ തോൽപ്പിച്ച് ഈ സിറ്റി ഞങ്ങളുടേതാക്കി മാറ്റും. അവൻ ഇവിടേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ മേയറിനെ ഞങ്ങൾ തല്ലിക്കൊല്ലും. പോലീസ് ആണെങ്കിൽ സെയ്റ്റാനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പലതവണ ശ്രമിച്ചിട്ടും ആളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സെയ്റ്റാനെ കാണിക്കും. ആളാണെങ്കിൽ പേടിച്ച് വിറച്ച് ടിവിക്ക് മുൻപിൽ ഇരിക്കുകയാണ്. ഓ നോ, ഒന്ന് ഫേമസ് ആയ ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം. എല്ലാ കാര്യത്തിലും എന്നെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ ചുന്ദരി പെണ്ണ് ഇപ്പോ ആ വില്ലന്മാരുടെ മുൻപിലേക്ക് വരും. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, മര്യാദയ്ക്ക് ആ മേയറിനെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഉടനെ അസിസ്റ്റന്റ് വില്ലൻ ആണെങ്കിൽ അവന്റെ ബോസ് വില്ലനോട് പറയും, ഇതാ സെയ്റ്റാന്റെ മകളാണ്, ഇവളാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. ഉടനെ ആ മെയിൻ വില്ലനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരും. ഓ, നീ ഒരു കിളുന്തു പെണ്ണാണല്ലോ, ഞങ്ങൾക്ക് ആവശ്യം നിന്നെയല്ല നിന്റെ പപ്പയാണ്. പിന്നെ അവള് പറയും, എന്റെ പപ്പയുടെ പവർ നിനക്ക് താങ്ങാനായിട്ട് കഴിയില്ല, നിന്നെ പകർത്തില്ലാതാക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങളെ എല്ലാവരും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ എന്റെ പപ്പയ്ക്കൊന്ന് കൊടുക്കുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ ഗോഹാനാണെങ്കിൽ ആ ഒരു വില്ലന്റെ പവർ ലെവൽ അത് സെൻസ് ചെയ്ത് ഷോക്കാവും. ഓ നോ, അവന്റെ പവർ ലെവൽ കൂടുതലാണ്, ആ ചുന്ദരിക്ക് എന്റെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. പക്ഷെ ഞാൻ അങ്ങനെ ടീച്ചറുടെ കണ്ണ് വെട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് അവനാണെങ്കിൽ കാലാണെങ്കിൽ സ്പീഡിൽ നിലത്തടിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ആ ഒരു ബിൽഡിംഗ് മുഴുവൻ കിടിങ്ങി വിറക്കുകയാണ്. ഭൂമികുലുക്കമാണെന്ന് കരുതി കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും ഡെസ്കിനടിയിലും ബെഞ്ചിനടിയിലും ഒളിഞ്ഞിരിക്കുന്ന ആ ഗ്യാപ്പിൽ ഇപ്പൊ നമ്മുടെ ഗോഹാൻ പുറത്തേക്ക് ചാടി അവന്റെ ആ ഒരു ഇട്ടൊക്കെ അണിഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരികയാണ്. ഇവിടെ ചുന്ദരി പെണ്ണാണെങ്കിൽ ആ വില്ലനെ അറഞ്ച പുറഞ്ച അടിക്കും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ അവനാണെങ്കിൽ അവളെ തിരികെ അടിക്കുകയാണ്. ഒരു വില്ലനാണെങ്കിൽ ഗോഹാന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്യും. അവനാണെങ്കിൽ ആ ഗണ്ണങ്ങനെ വളച്ചു വെക്കുകയാണ്. അവനാണെങ്കിൽ ആ വില്ലനോട് പറയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അത് കേട്ട് ചുന്ദരി പെണ്ണ് പറയും, ഇത് നിന്റെ ഫൈറ്റ് അല്ല, എന്റെ ഫൈറ്റ് ആണ്, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് കടന്നുപോ, എനിക്കിപ്പോ നിന്റെ സഹായത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടും. ഗോഹാനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ ഫൈറ്റ് ഉണ്ടാക്കാൻ വന്നതല്ല, എന്നെ സഹായിക്കാൻ വന്നതാണ്. അത് കേട്ട് അവളാണെങ്കിൽ എനിക്ക് ഇതിന്റെ സഹായം ആവശ്യമില്ല, ഇവനെ ഞാൻ തന്നെ തോൽപ്പിക്കുന്നു പറയും. ഉടനെ വേറൊരുത്തനാണെങ്കിൽ ഇപ്പൊ ഗോഹാനെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആനാണെങ്കിൽ അവനെ അട്ടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ഇപ്പൊ മേയറിന്റെ അടുത്തേക്ക് വന്ന് ആളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഉടനെ മറ്റൊരു വില്ലൻ വലിയ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് ഗോഹാനെയും
നിർണയം ഷൂട്ട് ചെയ്യും. ഗോഹാനാണെങ്കിൽ ആ ഒരു ബുള്ളറ്റ് അവന്റെ നേർക്ക് തന്നെ അയച്ച് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കും. ഗോഹാനാണെങ്കിൽ തിരിഞ്ഞു നോക്കും. ആ മെയിൻ വില്ലൻ ഇപ്പോ നമ്മുടെ ചുന്ദരിപ്പെണ്ണിനെ അങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ഗോഹാൻ അവളെ സഹായിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് ഓടി വരും. പക്ഷെ അടുത്ത നിമിഷം അവള് രണ്ട് കൈയും ചുരുട്ടി പിടിച്ച് അവനെ ആഞ്ഞടിച്ച് അങ്ങനെ മുഖത്ത് പഞ്ച് താഴെ ഇടുകയാണ്. അത് കണ്ട് ഗോഹാൻ ഞെട്ടും. ഓ, ഇവള് നിസ്സാരക്കാരിയല്ല, ഇവളുടെ പപ്പയുടെ കയ്യിൽ നിന്ന് ടെക്നിക്സ് ഒക്കെ അവളും പഠിച്ചിട്ടുണ്ടെന്ന് അവൻ പറയും. അല്പസമയം കഴിഞ്ഞ് ഇപ്പോ അവരെ എല്ലാവരെയും പോലീസ് അവിടുന്ന് കൊണ്ടുപോവാണ്. ചുന്ദരി പെണ്ണാണെങ്കിൽ ഗോഹാനോട് പറയും, താങ്ക് യു സോ മച്ച്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഞാൻ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ഫേസ് അത് കണ്ടിരിക്കും. അത് കേട്ട് ഗോഹാൻ ചിരിച്ച് അവിടുന്ന് കടന്നു പോവാണ്. ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മഞ്ഞപ്പെണ്ണാണെങ്കിൽ ഇപ്പോ ആ ചുന്ദരി പെണ്ണിനോട് പറയും, സത്യത്തിൽ നീ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബിൽഡിംഗ് എല്ലാം തന്നെ കിടുങ്ങി വിറച്ചു. ആ ഗ്യാപ്പില് ഗോഹാൻ അവൻ പുറത്തേക്ക് പോയി. നീ തിരിച്ചു വരുന്നതിന് അല്പം മുൻപാണ് അവനും തിരികെ എത്തിയത്. അത് കേട്ട് അവളാണെങ്കിൽ ടെററായി ഗോഹാനെ വിളിക്കും. നമ്മുടെ ഗോഹാനാണെങ്കിൽ നൈസായിട്ട് ഒരു ബാസ്ക്കറ്റിന് പുറകിൽ ഒളിച്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.